സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. BJP CPM കൂട്ടുകെട്ടിൻ്റെ ആദ്യ ശ്രമം തന്നെ പാളിയിരിക്കുന്നു. VD സതീശൻ്റെ പത്രിക സ്വീകരിച്ചു. UDFിനെയും കോൺഗ്രസിനെയും തീർക്കാൻ ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ച് CJP സഖ്യം നടത്തിയ നീക്കം, അതായത് പ്രതിപക്ഷ നേതാവ് സതീശൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ പത്രിക അംഗീകരിക്കുകയായിരുന്നു. പത്രികയിൽ യഥാർത്ഥ വരുമാനം കാണിച്ചില്ലെന്നും വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും ആരോപിച്ച് LDFും ഒപ്പം BJPയും ഒന്നായി നിന്ന് നൽകിയ പരാതികൾ വരണാധികാരി തള്ളുകയായിരുന്നു. സതീശൻ നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്ന് കണ്ടാണ് പത്രിക മണിക്കൂറുകൾക്ക് ശേഷം സ്വീകരിച്ചത്. പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം സൂക്ഷ്മ പരിശോധനയ്ക്ക് തൊട്ട് മുൻപ് LDF സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്ററും NDA പ്രതിനിധികളുമാണ് പരാതി നൽകിയത് എന്നാണ് പറയുന്നത്. VD സതീശൻ നൽകിയ പത്രികയിൽ ക്രമക്കേടുണ്ട് എന്ന് ഇവർ എങ്ങനെ ഇന്നലെ തന്നെ അറിഞ്ഞു എന്നുള്ളതായിരുന്നു ചോദ്യം. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വശങ്ങളെയും നടപടിക്രമങ്ങളെയും ഹൈജാക്ക് ചെയ്യുകയും കുതിരക്കച്ചവടം പോലെയുള്ളവ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന BJPയുടെ തന്ത്രങ്ങൾ കേരളത്തിലും കൊണ്ടുവരാൻ അവർ ഇടതുപക്ഷത്തിൻ്റെ സഹായം കൂടി തേടി എന്നുള്ളതാണ് സത്യം. അതിലവർ ആദ്യം തന്നെ ലക്ഷ്യം വെച്ചത് പ്രതിപക്ഷ നേതാവായ സതീശൻ്റെ പത്രികയെയാണ് എന്നുള്ളത് ജനാധിപത്യത്തെ കശാപ്പു ചെയ്യാൻ ഈ കൊച്ചു കേരളത്തിലും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ്. കേരളത്തിലും ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പത്രിക പോലും തള്ളിക്കാൻ CPM BJP കൂട്ടുകെട്ട് ശ്രമിച്ചതിനെ നമ്മൾ കാണേണ്ടത്. പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് എടുക്കുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ രഹസ്യമായി അറിഞ്ഞ CJP സഖ്യം ചെയ്തത് ഇങ്ങനെയാണ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അഭിഭാഷകൻ എന്ന നിലയിലുള്ള വരുമാനം പത്രികയിൽ VD സതീശൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനത്തിന് മേലുള്ള ട്രാഫിക് പിഴകളുടെ വിവരങ്ങളും കുടിശ്ശികയും ആ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കൈവശമുള്ള സ്വർണത്തിൻ്റെ കൃത്യമായ വിപണി മൂല്യം വിശദമാക്കിയില്ല എന്നിവയായിരുന്നു അത്. അപ്പോൾ അത് സ്വാഭാവികമായ തെറ്റുകളാണ് എന്നുള്ളത് എല്ലാവരും ചൂണ്ടിക്കാട്ടിയെങ്കിലും അവർ വിട്ടില്ല. ആരോപണങ്ങൾ നിസ്സാരമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നുമൊക്കെ UDF ക്യാമ്പ് പറഞ്ഞു നോക്കി, എന്നിട്ടും കേട്ടില്ല. പക്ഷേ ഈ രേഖപ്പെടുത്താത്ത കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയ CJP സഖ്യം ഇതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ എല്ലാം പരിശോധിച്ച് തയ്യാറാക്കി വച്ചിരുന്നു. വൈകുന്നേരം ഇന്ന് 3 മണിയോടെ നടന്ന സൂക്ഷ്മ പരിശോധനയിൽ സതീശൻ്റെ അഭിഭാഷകൻ വളരെ കൃത്യമായ രേഖകളൊക്കെ കൊണ്ടുവന്ന് വിശദീകരണവും ഹാജരാക്കുകയായിരുന്നു. ഇത് പരിശോധിച്ച ഭരണാധികാരി പരാതികളിൽ കഴമ്പില്ല എന്ന് കണ്ട് ആ പത്രിക സാധുവാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഏതായാലും ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയെ ഇല്ലാതാക്കാൻ BJPയും CPMും എത്രത്തോളം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം 200 കോടി രൂപയുടെ സ്വത്ത് പോലും മറച്ചുവെച്ച് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഒരു നാമനിർദ്ദേശ പത്രിക നൽകി എന്നുള്ളത് വലിയ വാർത്തയായി മണിക്കൂറുകളായി. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിനെതിരെ ഒരു വാദം നടത്താൻ CPMുകാർ ആ പരിസരത്ത് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ രഹസ്യബന്ധം സൂചിപ്പിക്കുന്നത്. എന്നാൽ VD സതീശൻ, ഈ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിനെതിരെ വ്യാജപ്രചരണത്തിലൂടെ തകർക്കാൻ 2 കൂട്ടരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് ഇന്ന് പറവൂരിൽ കണ്ടത്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ CJP സഖ്യം എന്ന് പറയുന്നത്.